1 2 ജസ്റ്റ് ചാടിക്കുക 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ലെഗ്, ഇതിനൊക്കെ നല്ലൊരു വർക്കൗട്ട് ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റും. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ നമ്മുടെ ഒരു ഫുൾ ബോഡി സെക്ഷനാണ്. നല്ലൊരു എനർജി കിട്ടാനും പെട്ടെന്ന് ബോഡി ഒന്ന് വാമായി ഒന്ന് വേർത്ത് ഒരു എനർജി കൂട്ടാനുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ല ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും, ഹെൽത്തിന് നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്റ്റിക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഷട്ടിൽ ബാറ്റോ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ മതി. ഇത് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ നിൽക്കുന്നിടത്ത് ഇത് താഴെ വെച്ചോളുക. നിൽക്കുന്നിടത്ത് വെച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യണം. നിങ്ങളിങ്ങനെ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ കാലിങ്ങനെ ചെയ്ത് 1 2 ചെയ്യുക. ബോഡി ഒന്ന് അയച്ചു കൊടുക്കുക. ഇപ്പുറത്തോട്ട് ബോഡി ഒന്ന് അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തു. പിന്നെ നമുക്ക് കാലൊന്ന് ആട്ടി കൊടുക്കാം. കാല് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു. കാലം നാട്ടി ഇപ്പുറം ഒന്ന് എടുത്തു. നമ്മുടെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്തു. ഇപ്പുറത്തോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തു. പിന്നെ ബോഡി ഒന്ന് അയച്ചു. ഇത്രയൊക്കെ മതിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ജിമ്മിങ് ജാക്സ് ചെയ്യാം. 1 2 3 4. ഇപ്പം നമുക്ക് ചാടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ജിമ്മിങ് ജാക്സിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിയാവും. ഇനി ഒരു സിറ്റപ്പ് ചെയ്യാം. 1 2 3 4 5 ചെയ്തു. വീണ്ടും ജസ്റ്റ് ഇങ്ങനെ നിന്ന് ചെയ്തു കൊടുക്കുക. 1 2 3 4. ആ കൂടെ നമുക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കോ ബാറ്റോ ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം മതി. ഇപ്പം ഞാൻ ആദ്യം സ്റ്റിക്ക് വെച്ച് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ കാല് വെക്കുന്നതിന് എളുപ്പമാണ്. ഇത് വെച്ച് ഇങ്ങനെ തൊട്ട് കൊടുക്കാം. 1 2 ജസ്റ്റ് ചാടിക്കുക. 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ലെഗ്, ഇതിനൊക്കെ നല്ലൊരു വർക്കൗട്ട് ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ തുടങ്ങാം. 1 2 3 4 5 6 അങ്ങനെ ഒരു 10 എണ്ണം ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ കൈ ഇങ്ങനെ മാറി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ കൈയുടെ ഇവിടെ ഈ പാർട്ടൊന്ന് ടൈറ്റ് ആവാനും പിന്നെ ഇത് കൈ പിടിച്ച് നമ്മൾ കാലിരിക്കുന്ന അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ചാടാൻ പറ്റാത്തൊരു ഇങ്ങനെ കൊടുക്കാം. അല്ലാത്തവർ ഇങ്ങനെ ഇങ്ങനെ ചാടി കൊടുക്കാം. അത് ചെയ്ത് കൊടുക്കാം. ഈ കഴുത്തിൻ്റെ നമ്മുടെ ഈ ബോഡിയിൽ ഈ ഭാഗമൊക്കെ കുറയാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വളഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം കരുതിക്കാൻ നമുക്ക് നല്ല രീതിയിൽ വളയാനായിട്ട് പറ്റും. 2 വീണ്ടും 3 4 5 6 7 8. നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇതിന് ഇതുപോലെ നമുക്ക് ബാറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റിക്കും ബാറ്റും ഒരേ രീതി തന്നെ പിടിച്ചാൽ മതി. ഇത് നമുക്ക് കൈ മാറി ചെയ്യണമെന്നുള്ളൂ. ഇങ്ങനെ കാല് വെച്ച് കൊടുക്കുക. 1 2 3. ഇതെല്ലാം ചാടി ചാടി ചെയ്യുക വർക്കൗട്ട് സെക്ഷനാണ്. ചാടാൻ പറ്റാത്തവർ പതുക്കെ ചെയ്താൽ മതി. 1 2 3 4 5 6 ഇങ്ങനെ ചെയ്തു. നമുക്കതൊരു നിങ്ങൾ പഠിച്ചിട്ട് ഇതിൻ്റെ 10 കൗണ്ട് ചെയ്യണം നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ കാല് ജസ്റ്റ് ഒന്ന് ബുക്ക് എടുക്കാം. 1 ഓരോ കാലം മാറി 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഭാര്യ നേരെ ഇങ്ങനെ പിടിക്കുക. 1 തൊഴിക്കുക. 2 3 4 5 6 7 8 9 10 11 12 13 14. റിലാക്സ്. എന്നിട്ട് ചുമ്മാ ബോഡി ഒന്ന് കറക്കിയെടുത്തു. 1 2 3 4 1 2 3 4. റിലാക്സ് ചെയ്യുക. വീണ്ടും ബോഡി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 11 12 14 15 16. വീണ്ടും കാല് ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്തു. നമുക്ക് നേരെ ബാറ്റിങ്ങിൽ നിന്ന് പൊക്കി പിടിക്കുക. നേരെ നമ്മൾ കാല് കൊടുത്തു. 1. അപ്പോൾ ഇത് ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിലാക്സ് ആയിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ പുറകോട്ട് വളച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ബാറ്റ് താഴെ വെച്ച് കൊടുക്കണം. അപ്പോൾ മുട്ടിനൊക്കെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നേരെ ഇങ്ങനെ വളച്ചിട്ട് എടുക്കുമ്പോൾ മുട്ട് മടക്കി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ മതി. 1 2 3 4 5 6 7 8. നമ്മളത് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് 1 2 നമുക്കിങ്ങനെ നടക്കുകയോ കാല്
ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് കൈ ജസ്റ്റ് ഒന്ന് കാലിൽ വെച്ചിട്ട് പുറത്തോട്ട് ചുറ്റിയെടുക്കാം. 1 2 3 4 തിരിച്ചു 1 2 3 4 5 6 ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ പുറത്തിങ്ങനെ മാറി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തവര് കൈക്ക് ഇങ്ങനെ ഒന്നും പുറമോട്ടൊക്കെ പോകാതെ നമുക്കിവിടെ ടൈറ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഈ സെക്ഷൻ നല്ലതാണ്. അടുത്തെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ബാറ്റ് നേരെ മുകളിൽ പിടിച്ചു, എന്നിട്ട് ചെരിച്ച് കാല് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. റിലാക്സ് ഉണ്ട്. നേരെ ഇങ്ങനെ നിൽക്കുക. സിറ്റപ്പ് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കൈ പിടിച്ച് നോക്കി കൊടുക്കാം. 1 2 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. പിന്നെ നമുക്ക് ഇതിങ്ങനെ കയ്യിൽ ഈ കാലിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഈ മുട്ട് വേണമെങ്കിൽ ഇവിടെ തൊട്ടു 3 4 5 6. അപ്പം മുട്ടിനോടനുസരിച്ച് നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തൊടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെച്ചോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാലിന് ഒരു സ്ട്രെച്ചിങ് കിട്ടുകയും ചെയ്യും, നമ്മുടെ ബോഡിക്ക് ഒരു സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇത് 2 പ്രാവശ്യം ഇങ്ങനെ ചാടുക എന്നുള്ളതാണ്. ഇതിങ്ങനെ നേരെ പിടിച്ചിട്ട് നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. ഈ ചാട്ടം പറ്റില്ലാത്തവർ ഇങ്ങനെ നമ്മൾ നേരെ കൈ വെച്ച് 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 3 4 5 6. പിന്നെ ഇത് കൈ പിടിച്ച് നമ്മൾ കാലിൽ നിന്ന് അയച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ചാടാൻ പറ്റാത്തൊരു ഇങ്ങനെ കൊടുക്കാം, അല്ലാത്തവർ ഇങ്ങനെ 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 ചാടി കൊടുക്കുക. അത് ചെയ്ത് കൊടുക്കാം. സെക്ഷന് നിങ്ങൾ പഠിച്ചിട്ട് ഒന്ന് ചെയ്യുക. ഏറ്റവും നല്ല ഹെൽത്ത് കിട്ടുന്ന ഒരു കുഞ്ഞു സെക്ഷനാണ്. നമുക്കൊന്നും പറ്റില്ല ഇത് ചെയ്താൽ പോലും. ഇപ്പോൾ ഇതുണ്ട് 10 മിനിറ്റ് എടുത്തുള്ളൂ, ഞാൻ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫുൾ ബോഡിക്ക് ഒരു നല്ല എനർജി കിട്ടാറുണ്ട്. നമ്മുടെ ബോഡി ഒന്ന് വേർത്ത് നമ്മളൊന്ന് ബൂസ്റ്റ് ആയാലും നമുക്ക് അന്നത്തെ ദിവസം നല്ല സെറ്റായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇനി നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അന്ന് നന്നായിട്ട് കുളിച്ചിട്ടില്ല നിങ്ങളുടെ വർക്ക് തുടരും. അപ്പോൾ താങ്ക് യു. അന്ന് വാമത്തെന്ന് പറയുമ്പോൾ നെറ്റിക്ക് ജസ്റ്റ് ഒന്ന് നടന്നു, പിന്നെ കൈ കാലും ഇങ്ങനെ ചെയ്യുക. 1 2 3 4 5 ചെയ്യുക. പിന്നെ 1 2. ഇത് കൈ പിടിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മളത് താഴെ വെച്ചിട്ട് 1 2 എന്നുണ്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ചെറിയൊരു സെക്ഷൻ പോലെ തോന്നിയാൽ നമുക്ക് ശരിക്കും ഒരു കിതപ്പ് വരുന്ന ഒരു കാര്യങ്ങളാണ്. സർക്കുലേഷൻ കൂട്ടും, നമുക്ക് എല്ലാ ബോഡിയുടെ എല്ലാ പാർട്ടും വർക്കാവുന്ന ഒരു സംഭവമാണ്. അത് അത്രയും ചെയ്യുക.